Hello everyone, welcome back to our channel A for Anything. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ അറബിക് കുബൂസ് വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യമായി തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ഇടുന്നത്. ദെൻ ഇതിലേക്ക് പഞ്ചസാര 1.5 ടീസ്പൂൺ ആഡ് ചെയ്യാണ്. ഇതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദയാണ് ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഈ സമയം നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ആ ഈസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഞാനിവിടെ ഒരു 1/2 കപ്പ് വാട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇത് ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ മാവിന് ആവശ്യമായ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് മാവാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാവ് നമുക്ക് 2 മണിക്കൂർ അടച്ചു വെക്കണം പൊങ്ങി വരാനായിട്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ ഓയിൽ തടവി ആ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ട് ഇതിൻ്റെ എയർ വരാത്ത രീതിയിൽ അടച്ചു വെച്ച് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 2 hours later. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് ഇവിടെ ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം. പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ നന്നായി കുഴക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ മാവ് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുകയാണ്. അതിൽ നിന്ന് അപ്പോൾ എനിക്കിവിടെ ഒരു 17 ബോൾസ് ആണ് ഈ മാവിൽ നിന്ന് കിട്ടിയത്. ഇത് നമുക്കൊരു കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഒരു 10 മിനിറ്റ്സ് അടച്ചു വെക്കാം. ഇത് പരത്തി എടുക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദ മാവ് എടുത്ത് അതിലേക്ക് ബോൾ വെച്ചുകൊണ്ട് നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ആ സൈസിൽ ഇത് പരത്തിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് വെച്ച് ഒരു കോട്ടൺ തുണി കൊണ്ട് അടച്ചു വെക്കാം. എയർ കയറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 10 മിനിറ്റ്സ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബോൾസും കൂടി നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുബൂസ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോപ്ലസ് കൺവെക്ഷൻ 200 ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് 4 മിനിറ്റ്സിന് ബേക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കുബൂസ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവനിൽ വെച്ചത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം സോഫ്റ്റ് ആണോ എന്ന്. ഇത് വളരെ സോഫ്റ്റ് ആണ്, ടേസ്റ്റി ആണ്. ഓക്കെ, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പാനിൽ വെച്ചാണ് കുബൂസ് ബേക്ക് ചെയ്യുന്നത്. ഇത് സാധാ പത്തിരി ഒക്കെ ചുടും പോലെയാണ് ചുട്ടെടുക്കേണ്ടത്. ഇത് 2 പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുബൂസ് പൊങ്ങി വരുന്നതായിട്ട് കാണാം. നന്നായി പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.